വെൽക്കം ടു O3 മാത്സ്. ഇറ്റ്സ് മീ നബീൽ. റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്നുള്ള ചാപ്റ്റർ +2 മാത്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ PYQ സീരീസിൽ ഇന്ന് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മിനി ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് മൊത്തം നമ്മളൊന്ന് അവലോകനം ചെയ്ത് കഴിഞ്ഞാൽ പ്രൂവ് ദാറ്റ്, ഷോ ദാറ്റ്, വെരിഫൈ, ചെക്ക്, എന്ത് ഗിവൺ റിലേഷൻ ഈക്വലൻസ് റിലേഷൻ ആണോ എന്നുള്ള സ്ഥിരമായിട്ട് ചോദിക്കുന്ന 2 മാർക്ക് 3 മാർക്കിന് വരെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഗിവൺ റിലേഷൻ ഈക്വലൻസ് റിലേഷൻ ആവണമെന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻ എന്തായിരിക്കണം? റിഫ്ലക്സീവ് ആവണം, സിമെട്രിക് ആവണം, ആൻഡ് ട്രാൻസിറ്റീവ് ആവണം. നിങ്ങൾ എഴുതുന്ന ഓരോ ആൻസറിലും അത് 2 മാർക്കിനാവട്ടെ 3 മാർക്കിനാവട്ടെ എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിന് നിങ്ങൾ സോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഞാൻ ഈ പറയുന്ന ഈ 3 കാര്യങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ ആൻസർ പേപ്പറിൽ ഉണ്ടായിരിക്കണം. മാർക്ക് ഷുവറാണ്. ഏതെല്ലാണ്? ഈ റിഫ്ലക്സീവ്. ഇപ്പോൾ നമ്മൾ റിഫ്ലക്സീവ് എന്നുള്ള ഒരു സൈഡ് ഹെഡിങ് കൊടുത്തു, അല്ലെങ്കിൽ ഈ ഫിറ്റ് ഈസ് റിഫ്ലക്സീവ് എന്നുള്ള ഒരു സെൻറ്റൻസ് എഴുതുകയാണെങ്കിൽ നിർബന്ധമായിട്ടും അതിൻ്റെ കണ്ടീഷൻ എന്താ എന്നുള്ളത് ഈ ഒരു ടേം ഇതുപോലെ തന്നെ എഴുതി വെക്കണം. എന്താണ്? A, ബിലോങ്സ് ടു ആർ. നമ്മൾ ഓർഡേഡ് പെയർ ആയിട്ടുള്ള 1 2 3 എന്നുള്ള സെറ്റ് ആണെങ്കിൽ 1 1 ഉണ്ടായിരിക്കണം, 2 2 ഉണ്ടായിരിക്കണം, 3 3 ഉണ്ടായിരിക്കണം. സിമിലർലി A, ബിലോങ്സ് ടു ആർ എന്നുള്ള ഈ ഒരു വേർഡ് നിർബന്ധമായിട്ട് നിങ്ങൾ ആൻസറിൽ ഉണ്ടായിരിക്കണം. ഇഫ് ഇറ്റ് ഈസ് സിമെട്രിക്, അത് സിമെട്രിക് ആവണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ എന്തുണ്ടായിരിക്കണം? നമ്മൾ ആൻസറിൽ ഉണ്ടായിരിക്കണം. AB ബിലോങ്സ് ടു ആർ വിച്ച് ഇംപ്ലൈസ് BA ബിലോങ്സ് ടു ആർ. ഇനി അത് ട്രാൻസിറ്റീവ് ആവണം എന്നുണ്ടെങ്കിൽ AB BC എന്ന് 2 ടേംസ് ഉണ്ടെങ്കിൽ വിച്ച് ബോത്ത് ആർ ബിലോങ്സ് ടു ആർ വിച്ച് ഇംപ്ലൈസ് A, C ബിലോങ്സ് ടു ആർ. ഈ ഒരു 3 ടേമും അതിൻ്റെ കാര്യങ്ങളും നിർബന്ധമായിട്ടും നിങ്ങൾ ആൻസർ പേപ്പറിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യുക? ഈ ഒരു റിലേഷൻസ് എന്നുള്ള ടോപ്പിക്കിൽ നമുക്ക് മാർക്ക് മേടിക്കാം.